ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നായിഫ് സക്കരിയ അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇത് മാഗന ബിരിയാണിയാണ്. ബാംഗ്ലൂർ സ്പെഷ്യൽ മാഗന ബിരിയാണി. ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരൊക്കെ മിസ് ചെയ്യാണ്ട് അവർ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് കഴിക്കുന്ന സാധനമാണ് ഈ ഒരു മാഗന ബിരിയാണി. അപ്പോൾ അതാ ഈ ഒരു മാഗന ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടി കേട്ടോ. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. ചെസ്റ്റ് പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചതാണ്. നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊരു 600 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു മസാല തേച്ച് വെക്കണം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 600 ഗ്രാം ചിക്കനാണ് ബോൺലെസ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളി കുറവുള്ള തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തത്. നല്ല ജീരകം പൊടിച്ചത്. പിന്നെ വേണ്ടത് മുളക് പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണം. ഒരു എരിവിനനുസരിച്ച് രണ്ടും വേണം കേട്ടോ. കുരുമുളക് ഞാനൊരു 1/2 ടീസ്പൂണാണ് എടുത്തത്. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി അരച്ച പേസ്റ്റാണ്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി വേണം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു നുള്ള് കളർ വേണം കേട്ടോ. ഒരു കളർ ഞാനിപ്പം വീഡിയോ ആയതുകൊണ്ട് മാത്രമേ നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറൂടെ മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പിറ്റേന്നൊക്കെ ഉണ്ടെങ്കിൽ തലേന്നൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ചിക്കൻ. അപ്പോൾ ഞാനിത് പൊരിക്കാൻ വേണ്ടി ഒരു കടായി വെച്ചെടുത്താണ്. അതിലേക്ക് ഓയിലാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ എടുക്കില്ല. അപ്പോൾ എന്തായാലും സൺഫ്ലവർ ഓയിൽ വേണം. ഇനിയിപ്പോൾ അതാ ഒരു ഓയിലൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഓരോരോ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ പുറം ഭാഗം ഭയങ്കര ക്രിസ്പി ആയി പോകാൻ പാടില്ല. മൊത്തത്തിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചിക്കൻ കിട്ടേണ്ടത് കേട്ടോ. അല്ലാണ്ട് അത് പൊരിച്ചെന്ന് വിചാരിച്ചിട്ട് പൊരിച്ച ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് ചിക്കൻ്റെ മേലെ വരാൻ പാടില്ല. അപ്പോൾ ചെറിയ ഒരു അധികം സിമ്മിലാക്കണ്ട. ഒരു മീഡിയം തീയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാഗം വെന്ത് വരും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബോൺലെസ് ആണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ ചെറിയ പീസായിട്ടാണ് മുറിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഈ ഒരു ചിക്കൻ കുക്ക് ആവേണ്ടിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ മതി ഒരു ഭാഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഭാഗം 3-4 മിനിറ്റ് നേരം ഞാൻ വേവിച്ചെടുത്തതാണ് ഇത് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം വെന്തണോ എന്നുള്ളത്. കണ്ടില്ലേ, ഈ ഒരു സ്പൂൺ കൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ ആ ഒരു ചിക്കൻ മുറിഞ്ഞ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ആവണം. ഒരുപാട് ക്രിസ്പി ആയി പോകാനും പാടില്ല. ഈ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചിക്കൻ കിട്ടേണ്ടത്. അപ്പോൾ അതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഞാനൊരു പ്ലേറ്റ് അപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് കുത്തി നിറച്ച എണ്ണയിൽ നിറയ്ക്കുകയും ചെയ്യരുത്. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാനിവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ മൊത്തം ചിക്കനാണ് ഇട്ടത്. 600 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ ഈ എണ്ണയിൽ നിന്ന് പകുതി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പം പകുതി ആയിൽ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു കടായിലുള്ള എണ്ണൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിലേക്ക് ഒരു 3-4 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് കരിവേപ്പിലാണ്. കരിവേപ്പില കുറച്ച് അധികം വേണം. അതും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കൊത്തി അരിഞ്ഞ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഉള്ളി ഞാനൊരു 3 കൈപ്പിടി ഇടുന്നുണ്ട്. അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് വേണ്ടത് കേട്ടോ. 2 മീഡിയം സൈസുള്ള ഉള്ളി നന്നായിട്ട് കൊത്തി അരിഞ്ഞത്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടി വരണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉള്ളിക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും വേണം. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണക്കൊന്ന് മാറി വന്നോളും. ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ നമ്മളെ ഗരം മസാല പൊടിയാണ് കേട്ടോ. ബിരിയാണി മസാല പൊടിയല്ല, ഗരം മസാലൻ്റെ പൊടി. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളൊരു പച്ചമുളകൊന്ന് മാറിക്കോട്ടെ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി മിക്സിയിൽ അരച്ച് വെച്ചതാണ് കേട്ടത്. ഇതിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ്. ഇതിന് പറയുക ടൊമാറ്റോ പ്യൂരി എന്നാണ്. അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. ഒരു മീഡിയം തീയിലാക്കി വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇതിങ്ങനെ നമ്മളെ മേത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒരു മീഡിയം തീ മതി. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയ സമയത്ത് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ കൂട്ടിയാൽ 1 ടീസ്പൂണായി.
അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ആ ഒരു തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണുള്ളത്. ആ ഒരു വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ്. ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന പോലെ ഒരുപാട് വേണ്ട. ഒരു കൈപ്പിടി നിറച്ചെടുത്താണ്. അതിൻ്റെ നേർ പകുതി പുതിനയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂണേ പുതിന ചേർക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു മെത്തേഡ് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കേണ്ട ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ്. പക്ഷേ പാത്രത്തിൽ മുഴുവനായിട്ട് അങ്ങ് പെരങ്ങിയ സമയത്ത് 1.5 ടേബിൾ സ്പൂണേ ഉള്ളൂ. കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇനി ഇതിലിട്ടിട്ട് വഴറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. ഒരുപാട് നേരം ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു നല്ല സോഫ്റ്റ് തന്നെ കിട്ടണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. എല്ലാം കൂടെ ആ ഒരു ചിക്കനിലൊന്ന് പൊതിഞ്ഞ് കിട്ടുന്ന ഒരു പാകം. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്രേവിയും ചിക്കനും ഒക്കെ നന്നായിട്ട് ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണീൻ്റെ മേഘന ബിരിയാണീൻ്റെ മസാല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് ഈ ഒരു ബിരിയാണിക്ക് എടുക്കുന്ന റൈസ് എന്ന് പറയുന്നത് വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ. കർണൽ എന്ന് പറയുന്ന റൈസാണിത്. ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റൈസാണ് വേണ്ടിയത്. വൈറ്റ് ബസ്മതി എന്നാണ് ഇതിന് പറയുക. അത് പെട്ടെന്ന് വേവണ റൈസാണ്. ഒരു തിളയ്ക്കുന്ന സമയത്തേക്ക് തന്നെ ഇത് വെന്ത് പോകട്ടെ. അത്രയും പെട്ടെന്ന് കുക്കാവണ റൈസും കൂടിയാണ്. അപ്പോൾ അത് ഞാനൊരു 3 കപ്പാണ് എടുക്കുന്നത്. ഞാനിപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അസ്ലങ്ക ഇല്ല. അസ്ലങ്ക നാട്ടിൽ പോയി എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു 3 കപ്പ് ഞാൻ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അളന്നെടുക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ ഒരു അരി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് സെല്ല ബസ്മതി അല്ല, വൈറ്റ് ബസ്മതിയാണ് കേട്ടോ. ഇനി നിങ്ങൾ കമൻസിൽ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും സെല്ല ആണോ എന്നുള്ള. സെല്ല അല്ല, ഇത് വൈറ്റ് ബസ്മതിയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളിത് സോക്ക് ചെയ്യാനും പാടുള്ളൂ കേട്ടോ. ഏറിപ്പോയാൽ എന്താ പറയുക, ഏറുകയെന്ന് വെച്ചാൽ കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ സോക്ക് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കോഴി പൊരിച്ചപ്പം മാറ്റി വെച്ച ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലില്ല, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണോളം ഓയിലും ബാക്കി നെയ്യുമാണിത്. അതിലേക്ക് ഒരു കൈപ്പിടി ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം മതി, ഒരു 2-3 ടേബിൾ സ്പൂണേ ഉള്ളി ഉണ്ടാവുള്ളൂ. ലേശം ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ, നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഞാൻ തീ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. ഞാൻ പെട്ടെന്ന് ആക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഹൈ ഫ്ലെയിമിലിടുക, അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം തീ ആക്കി വെക്കുക. ഇനിയിപ്പോൾ അത് കുറച്ച് മസാലകൾ വേണം. ഇതാ കുറച്ച് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 പീസ് പട്ട. അതുപോലെ തന്നെ ഇത് സ്റ്റാർ അനീസാണ് കേട്ടോ, തക്കോലം എന്ന് പറഞ്ഞിട്ടുള്ള. അതൊന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇതിൽ മസാല പൊടികളില്ല, എല്ലാം ഇങ്ങനെ മുഴുവനായിട്ടാണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ 2 കറുത്ത ഏലക്കായ് വേണം. അതൊക്കെ നിർബന്ധമുള്ള സാധനങ്ങളാണ്. പിന്നെ അതാ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2-3 എണ്ണം. അതുപോലെ തന്നെ പച്ച ഏലക്കായും വേണം, 2-3 എണ്ണം പച്ച ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാജീരകമാണ്, ഷാഹി ജീര എന്ന് പറയും കേട്ടോ. ഇതിന് ഷാഹി ജീര എന്ന് പറയുന്നത് സാജീരകം എന്നാണ് മലയാളത്തിൽ പറയുക. ആ ഒരു 1 ടീസ്പൂണോളം അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് 1 ടീസ്പൂൺ സാജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നോട്ടെ. ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയും വേണം. അതുപോലെ തന്നെ മസാലകളും വാടി വരണം. അതിന് ശേഷം അതാ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അളവും കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറഞ്ഞ അളവ് മതി, കാരണം ചോറിലേക്കുള്ളതാണ്. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊന്ന് വാടിയപ്പോൾ ദാ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരമുറി തക്കാളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള തക്കാളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. ഒരു 3-4 പീസ് മതി കേട്ടോ, ഒരുപാട് വേണ്ട. 2-3 പീസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു മീഡിയം സൈസുള്ളതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. ഇതിന് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ഒരു ചെറിയ തീയിലാക്കി അവിടെ വെക്കുക. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ചോറിനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ഒരു തക്കാളി ആയിരുന്നു വാടിക്കോട്ടെ. ഇനിയിപ്പോൾ അതാ ഇപ്പുറത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതാ തിള വന്നിട്ടുണ്ട്. ഞാൻ കെറ്റിൽ ചൂടാക്കിയിട്ട് നേരിട്ട് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. ഒരുപാട് നേരം നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നേരം വെക്കരുത്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് തന്നെ വരിക. അപ്പോൾ അതിലേക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം മതി. അളവുകളൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഈ സമയത്തൊക്കെ ഞാനിത് ചെറിയ തീയാക്കി വെച്ചാണ്. അപ്പുറത്ത് ഒരു നമ്മളെ ചോറിൻ്റെ തീ കുറച്ച് കൂട്ടിയും വെച്ചാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ തീ ആക്കി വെച്ചതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞൊന്നും പോകില്ല. നന്നായിട്ടൊന്ന് വാടി വന്നോളൂ. ആ ഒരു പച്ചമണക്കൊന്ന് മാറട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളി കുറവുള്ള തൈര് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തൈരും ഇതിൻ്റെ കൂടെ കൂടി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ്. അധികം കട്ടിയില്ലാത്ത പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നാലും നല്ല നേരിയ പാലും ആയവർക്ക് കുറച്ചൊരു കട്ടി വേണം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പാണ് ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചത് കേട്ടോ. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ കൂട്ടി വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, ഒന്ന് കൂട്ടി വെക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മളെ ചോറിനുള്ള വെള്ളവും ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിയില്ല, അത് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ചത് കെറ്റിലാണ്. കാരണം ഒരുപാട് നേരം നമുക്ക് സോക്ക് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കെറ്റിൽ തിളപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു റൈസിൻ്റെ സെയിം ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ അത് നമ്മൾ അരി അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം കണ്ടില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേർ പകുതി ആവണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്താണ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഉപ്പിടരുത്. കാരണം ഇത് തിളച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വറ്റി വരുമ്പോഴത്തേക്ക് ഒരുപാട് ഉപ്പായി പോകും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. ഒരു പകുതി വറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വറ്റി വരുന്ന സമയത്ത് ഉപ്പ് കൂടിപ്പോകും. ഇപ്പോൾ അതാ തിളച്ച് വറ്റി നേർ പകുതി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരിയും തിളച്ചിട്ടുണ്ട് കേട്ടോ. അരി ജസ്റ്റ് ഒന്ന് വന്നാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ അത് ഊറ്റിയെടുക്കണം. ഊറ്റിയിട്ട് നമ്മൾ നേരെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പകുതി വറ്റിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്കാണ് ഈ ഒരു അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം, ഈ ഒരു അരി എത്രത്തോളം വെന്ത് എന്നുള്ളത്. നമ്മൾ അതിൽ നിന്ന് ഒരു മണി വറ്റെടുത്തിട്ടുണ്ട്. ഞാൻ കൈമേലിട്ടിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ അമർന്നു പോകില്ല, വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ ഒരു അരി മുറിയുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. അതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പം തന്നെ നമുക്കിത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാനത് ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇടണം കേട്ടോ. ഇത് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം കുറച്ചൊരു ഹറിബറിയാണ്, പെട്ടെന്ന് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അരിൻ്റെ വേവിലൊക്കെ വ്യത്യാസം വന്നു പോകും. അതുകൊണ്ട് അത് മാത്രം ലേശം ഒന്ന് സ്പീഡാക്കി ചെയ്യണം. ഇപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു അടിയിലുള്ള ഒരു ഇതില്ലേ, നമ്മളിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ 1 കപ്പ് വെള്ളം ഒഴിച്ചതിൽ നേർ പകുതി ആയിട്ടുണ്ട്. 1 കപ്പ് അതിലിപ്പോൾ ഉണ്ടാവുകയുള്ളൂ. ബാക്കി നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം അമർത്താൻ പോകരുത്, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആ ഒരു പാത്രം കംപ്ലീറ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് അടി വരെ, പാത്രത്തിൻ്റെ അടി എത്തുന്ന വരെ ഇതൊന്ന് ഒരു 2-3 കുഴി ഇങ്ങനെ കുത്തി കൊടുക്കാമെന്നറിയില്ല, ഒന്നിങ്ങനെ ഒന്ന് ആ ഒരു അടിയത്തെ ആ ഒരു എയർ മേലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിയിലാണ് ഇതിൻ്റെ ഒരു ഗ്രേവി ഉള്ളത്. അത് മേലെ വരെ എത്തണം. നമ്മൾ അരി നന്നായിട്ട് വെന്തും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അടിയിൽ നിന്ന് ഈ ഒരു ഗ്രേവി ഇങ്ങനെ തിളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടില്ല, അടിയത്തെ ഗ്രേവി ഇങ്ങനെ തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഒരു 5-6 കുഴി ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇതിന് വേണ്ടി മസ്റ്റായിട്ട് വേണ്ടിയ ഒരു സാധനമാണ് ഇത്. സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കേണ്ട കേട്ടോ. ഇത് നിർബന്ധമാണ്. ഈ ഒരു ഫ്ലേവറാണ് ഇതിന് കൂടുതൽ വരിക. 1/2 കപ്പ് പാലിൽ കുറച്ച് സാഫ്രോൺ കലക്കി വെച്ചതാണ് ഞാനിത് കേട്ടോ. സാഫ്രോൺ ഫ്രഷ് സാഫ്രോൺ തന്നെ ആവണം. ആ ഒരു ഫ്ലേവർ ഇതിന് നന്നായിട്ട് വരും. 1/2 കപ്പ് പാലിലാണ് ചെയ്തത്. പിന്നെ അതാ കുറച്ച് പുതിനയും കുറച്ച് മല്ലിച്ചപ്പും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എയറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നല്ല കവർ ചെയ്തതിന് ശേഷം ഈ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മൂടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം എത്രത്തോളം ചെറുതാക്കാൻ പറ്റും തീ അത്രത്തോളം ചെറുതാക്കി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തുറക്കണ സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ്, അടിപൊളി മണമാണ് കേട്ടോ. ഈ ഒരു സാഫ്രോണിൻ്റെ മണവും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേക മണമാണ്, നല്ലൊരു ടേസ്റ്റിയാണ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി കുഴച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കൂല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഒരുപാട് കുഴച്ചെടുക്കൂല. അപ്പോൾ നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് അടിയത്തെ ഗ്രേവിയിലുള്ള ചോറിന് ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ മേലുള്ള ആ ഒരു ചോറിന് ഒരു വെള്ള കളറുമാണ് ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാടിട്ട് കുത്തി കുഴച്ച് കഴിഞ്ഞാൽ എന്തൊരു ഇറച്ചിച്ചോറൊക്കെ ഉള്ള പോലെ തോന്നും. അതുപോലെ ആവരുത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കാണില്ലേ, ആ ഒരു 2 കളറോട് കൂടി നമുക്ക് കിട്ടണത്, ആ ഒരു രീതിയിലാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നല്ല ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കറക്റ്റ് പാകത്തിലാണുള്ളത് കേട്ടോ. ഒരുപാട് വെന്ത് പോവുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല കറക്റ്റ് പാകത്തിലാണ് നമുക്ക് ഈ ഒരു റൈസ് കിട്ടുക. ഇപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി റൈസാണ്, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എന്നും ഒരേപോലത്തെ ഒരു ടേസ്റ്റിൽ നമ്മൾ കഴിച്ച് മടുക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്.
അപ്പോൾ ഞാനൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഉരുളിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മൊത്തം ചോറ് ഇതിലേക്ക് പോയിക്കോളും. 3 കപ്പല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ഈ ഒരു ഉരുളിയിലേക്ക് എനിക്കിടാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വിളമ്പുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സെൻട്രലായിട്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു ബിരിയാണി വിളമ്പുന്ന രീതി എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് വിളമ്പുക. ഈ ഒരു മേഘന ബിരിയാണിക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. പക്ഷെ അത് കറക്റ്റാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാത്തത് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഒരു നീളത്തിലരിഞ്ഞ 2-3 ഇഞ്ചിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചി പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ഈ ഒരു മേഘന ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. ഒരുപാട് 4, 5, 6 അറ്റം ബ്രാഞ്ച് ഉണ്ട് ബാംഗ്ലൂർ ഈ ഒരു ഷോപ്പിന് കേട്ടോ. അപ്പോൾ നല്ല ഭയങ്കര തിരക്കുമാണ് ആ ഷോപ്പിൽ എന്നാണ് പറയുന്നത്. ഭയങ്കര റഷായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും അവിടെ പോയാൽ വിസിറ്റ് ചെയ്യാൻ മറന്നു പോകാണ്ട് എല്ലാവരും പോയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു മേഘന ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്നോട് ചോദിച്ചാൽ ഈ ഒരു നൈഫ് ചക്കരയ്ക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇതിനെപ്പറ്റി കുറച്ചും കൂടെ അറിയാൻ പറ്റി. അപ്പോൾ അവർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിക്കേണ്ട നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച റെസിപ്പികളൊന്നും ഇതുവരെ കാണിച്ചില്ലല്ലോ എന്നുള്ളത്. അത് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന റെസിപ്പികൾ ഞാൻ ഓൾറെഡി ചെയ്ത റെസിപ്പികളായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൂവ് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ തോന്നുന്നത് ഞാൻ ചിലപ്പോൾ ഇടലില്ല കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന എല്ലാ വീഡിയോസും എൻ്റെ മൂവ് ആവും എന്നല്ല ഞാൻ പറയണത്. ചാനലിന് അത് മൂവ് ആവാണ്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പിന്നെ പൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ.